ഒന്ന് നോമ്പ് തുറന്നാലോ? ഇന്നൊരു ചെറിയ നോമ്പ് തുറണ്ട്. വരി, ഞമ്മക്കൊന്ന് കൂടിയിട്ട് വരാം. മുത്തച്ഛന്മാരും ഇളച്ചന്മാരും എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ബാങ്ക് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. എല്ലാവരും തകൃതിയായിട്ട് ഇതൊക്കെ അറേഞ്ച് ചെയ്യുന്ന തിരക്കിലാണ്. ജ്യൂസും നാരങ്ങ വെള്ളവും തരിക്കഞ്ഞി എല്ലാതും ഉണ്ട് കേട്ടോ. ഡോർ അടിച്ച് കളിക്കുക അല്ലേ? ആ ലാസ്റ്റ് മിനിറ്റിൻ്റെ തകൃതിയായിട്ടുള്ള തിരക്കൊണ്ട് തന്നെ ഫുഡിൻ്റെ വീഡിയോസൊന്നും ഇല്ല കേട്ടോ. ഒരിങ്ങനെ ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോസ് മാത്രമേ ഉള്ളൂ. അതന്നെ നെസ് സ്പോൺസർ ചെയ്തതാണ്. ഞാനും ലഭ്യം വെള്ളം കുടിച്ച് നോമ്പ് തുറന്ന് ഞങ്ങൾ ബാക്കി കലാപരിപാടിയിലേക്ക് നിന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് പെൻഡിങ് വർക്ക് ഉണ്ട്, കുറച്ച് അധികം ഉണ്ട്. റെഡിയായ ഓരോ ഫുഡും ഈ ടേബിൾ നമുക്ക് മാറ്റി വെക്കുകയാണ്. ഇവിടെ നിന്ന് എടുത്ത് സെർവ് ചെയ്യാൻ സുഖമാണ്. എല്ലാവരും നാടൻ ഫുഡിൻ്റെ ആരാധകരായതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാതും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതായിരുന്നു. പിന്നെ പൊറാട്ട ദേശീയ ഭക്ഷണമാണല്ലോ, അതുകൊണ്ട് കുറച്ച് മൂപ്പര വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ നോമ്പുതുറയിൽ താരം മൂപ്പരാണ്. ചിക്കൻ കടായി അടിപൊളിയാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. എൻ്റെ ഫേവറേറ്റ് മൂപ്പര് തന്നെയാണ് കേട്ടോ. പിന്നെ കുറച്ച് പത്തിരി നിർബന്ധമാണ്. പത്തിരില്ലാതെ എന്ത് നോമ്പുതുറ അല്ലേ? അതുപോലെ തന്നെ പൊറാട്ടയുണ്ട്. നോമ്പ് തുറന്ന് പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞ് വന്ന് എല്ലാവരും ഇവിടെ സോറി പറയലാണ്. ഞങ്ങളവിടെ ഫുഡ് ഉണ്ടാക്കലാണ്. കുറച്ച് ടീംസ് ഇവിടെ ഫുഡ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി ഒരു കഥകുതയാണ്. നമ്മൾ എത്ര നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങിയാലും ആ ഒരു സമയത്ത് ആ ഒരു ടൈമിൻ്റെ ഒരു പ്രാധാന്യം അപ്പം അങ്ങോട്ട് എല്ലാതും കൂടി അറേഞ്ച് ചെയ്യുക എന്നുള്ളത് ഒരു വല്ലാത്തൊരു സംഗതിയാണല്ലേ. എന്തായാലും മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ അടിപൊളിയായിട്ട് സംഗതി കഴിഞ്ഞു കേട്ടോ. നോമ്പ് തുറല്ലേ, ഫുഡിനാണ് ഇമ്പോർട്ടൻസ്, വീഡിയോക്കല്ല. സോ കൊച്ചെടുത്തുന്ന കുറച്ച് ഫോട്ടോസും നെസുമോള് കുറച്ച് വീഡിയോസും മാത്രമേ ഉള്ളൂ കേട്ടോ. വീഡിയോഗ്രാഫിക്ക് ഒഴിവാക്കി നെസുമോൾ ഇതാ അരങ്ങേത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് പുതിയ പരീക്ഷണങ്ങളൊന്നുമില്ല, ഞാൻ പരീക്ഷിച്ച് വിജയിച്ച ഫുഡ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. 6:57 നോമ്പ് തുറന്നെങ്കിലും സംസാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് സമയം ഒരുപാടായിരുന്നു. ഫുഡ് എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് ശരിക്കും എനിക്കൊരു ആശ്വാസമാണ്. കാരണം എന്താണെന്നറിയോ, ഞാനവിടെ എപ്പോഴും പത്തിരി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. നെസത് അടിപൊളിയായിട്ട് ഇഡ്ഡലിയൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. പത്തിരിക്കാരി എന്തായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോരുത്തർ തിരക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ആയിട്ടില്ലായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പത്തിരി ലേറ്റായിട്ട് ചുടാൻ തുടങ്ങിയതാണ്. ഈ വെതർ ശരിയില്ലാത്തതുകൊണ്ട് തന്നെ എപ്പോൾ ചുട്ടേച്ചാലും പെട്ടെന്ന് അത് ബലം വെച്ച് പോവാണ്. അപ്പം അതിൻ്റെ ടേസ്റ്റിനെ ബാധിക്കുമെന്ന് കരുതിയിട്ടാണ് ലേറ്റായിട്ട് തുടങ്ങിയത്. പക്ഷേ കുഴപ്പമില്ല, ഓരോരുന്ന് സംസാരിക്കാം. അങ്ങനെ ഏകദേശം 7:30 ആയപ്പോഴത്തേനും എല്ലാ സംഗതിയും റെഡിയായി വിളമ്പി വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും ചായ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നടി ഇരിക്കട്ടെ, എന്നിട്ട് വേണം ചായ കൊടുക്കാൻ, അല്ലെങ്കിൽ ചൂടാറൂലേ. അതുകൊണ്ടാണ് കേട്ടോ, അല്ല ചായ ആവാത്തതുകൊണ്ടൊന്നല്ല. പക്ഷെ സിമ്പിൾ നോമ്പ് തരമായി പോയിട്ടോ. ഇത്രയൊന്നുമല്ല നമ്മൾ ആൾക്കാർ ഒരുപാടുണ്ട്. നമ്മൾ കുറച്ച് ആൾക്കാരെ മാത്രമേ വിളിക്കണുള്ളൂ. എപ്പോഴും അതൊരു പരാതിയാണ്, കുറച്ച് ആൾക്കാരെ മാത്രമേ വിളിക്കണുള്ളൂ എന്നാണ്. പക്ഷെ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ നോമ്പ് തോറല്ലേ, നമുക്ക് ആ ടൈമിങ്ങിന് ഇങ്ങോട്ട് എല്ലാതും കൂടെ ആയി കിട്ടൂല. അതായത് അതെല്ലാം ഓർഗനൈസ് ചെയ്യാൻ നമുക്ക് പറ്റണില്ല. ഇൻഷാ അല്ലാഹ് ഘട്ടമായിട്ട് എല്ലാവർക്കും ഓരോ നോമ്പ് തോറൊക്കെ പ്രതീക്ഷിക്കാം കേട്ടോ. ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് കൊച്ചു ചോദിച്ചത്, റെഡ് കളറിലൊരു സാധനം ഉണ്ടാക്കിയിരുന്നല്ലോ, അത് എവിടെയെന്ന്. അപ്പോഴാണ് ആ ഓർമ്മ വന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ അബദ്ധമൊക്കെ പറ്റാറുണ്ടോ? ഇങ്ങനെ ചട്നി ഉണ്ടായിരുന്നു, അതും മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഡ്ഡലീൻ്റെ നല്ലൊരു കോംബോ ആയിരുന്നു. ഓൻ ആദ്യം അതിൽ നോട്ടിട്ടുകൊണ്ട് അതും കൂടി അങ്ങോട്ട് എത്തി. അല്ലെങ്കിൽ മറന്നുപോയിന്. ആ സങ്കടം ഞാൻ എവിടെ പോയി തീർത്തേന്. അങ്ങനെ അൽഹംദുലില്ലാ എല്ലാവരും ഫുഡ് കഴിച്ച് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചിട്ടാണ് അവർ പോയത്. കുറച്ച് ആൾക്കാർക്ക് ഡ്യൂട്ടിക്കൊക്കെ കയറാനുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത നോമ്പ് തുറ അവിടെയാണെന്ന് പറഞ്ഞ് ലബി ഒരു പ്രതീക്ഷ കൊടുത്തു. ആ ചിരിയാണ് ഓലെ മുഖത്ത്. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത നോമ്പ് തുറയായിട്ട് വീണ്ടും വരാം.